നമസ്കാരം. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഉണ്ടായ വിഷയം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. കേരളത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതര മതസ്ഥരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കടന്നു കയറി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ക്രമേണ അത്തരം സ്ഥാപനങ്ങളുടെ നിയന്ത്രണം അപ്രഖ്യാപിതമായി തങ്ങളുടെ പരിധിയിലാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ പിന്നിൽ. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആവശ്യമാണ് കഴിഞ്ഞ ദിവസം നിർമ്മല കോളേജിൽ ഉന്നയിക്കപ്പെട്ട നിസ്കാരമുറി എന്ന് പറയുന്ന ആവശ്യം. മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വ സ്ഥാനങ്ങളിൽ കടന്നുകൂടിയും വോട്ട് ബാങ്ക് കാണിച്ച് അവരെ ഭയപ്പെടുത്തിയും അവരുടെ പോഷക സംഘടനകളെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും ഉപയോഗിച്ച് ഹൈന്ദവ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ വിദ്യാർത്ഥികൾ മാത്രമാണ് എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ അതിന്റെ പ്രവർത്തകർ അനാഥരായി പോകാതിരിക്കാൻ പരസ്യമായിട്ടാണ് ലീഗ് നേതാവ് അവരെ യൂത്ത് ലീഗിലേക്ക് ക്ഷണിച്ചത്. അതേ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകർ എങ്ങോട്ടാണ് പോയത്? അവർ ചേക്കേറിയിരിക്കുന്നത് ഈ നിർമ്മല കോളേജിൽ കഴിഞ്ഞ ദിവസം പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുത്ത MSFI, SFI, KSU പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലാണ്. അവരുടെ തീരുമാനങ്ങളാണ് അവിടെ നടപ്പിലാക്കുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. അവരെ നിയന്ത്രിക്കുന്നത് പുറത്തു നിന്നുള്ള ശക്തികളാണ്. അവരുടെ ലക്ഷ്യം മറ്റു പലതാണ്. അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ എന്നല്ല, കേരളത്തിലെ ഒരു കോളേജിലും, ഒരു ഹൈന്ദവ ക്രൈസ്തവ കോളേജിലും നിസ്കാരമുറി എന്ന് പറയുന്ന ഒരു ആവശ്യം ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കരുത്. എന്ത് വില കൊടുത്തായാലും അതിനെ തടയുക തന്നെ വേണം. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പഠിക്കുവാനുള്ളതാണ്. അവിടെ ഒരു മതസ്ഥരുടെ മതപരമായ നിലപാട് സ്ഥാപിച്ചെടുക്കുവാനോ വളർത്തുവാനോ ആ വിദ്യാലയത്തെ ദുരുപയോഗം ചെയ്യാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെല്ലാം കാണുന്നത് പോലെ തന്നെയാണ്. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഇത്തരം ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ, അവരുടെ പോപ്പുലേഷൻ കൂടിക്കഴിയുമ്പോൾ പിന്നെ അവരുടെ നിയമം നടപ്പിലാക്കാനുള്ള ശ്രമമാണ്. അത് തന്നെയാണ് നിർമ്മല കോളേജിൽ കണ്ടത്. മുൻ വർഷങ്ങളിലൊക്കെ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായിരുന്നു. ഈ വർഷം മുസ്ലിം വിദ്യാർത്ഥികളുടെ എണ്ണം അവിടെ വർദ്ധിച്ചപ്പോൾ അവരൊരു പുതിയ ഡിമാൻഡുമായി വന്നിരിക്കുന്നു. തങ്ങൾക്ക് നിസ്കാരമുറി വേണം. ഈ നിസ്കാരമുറി അനുവദിച്ചു കൊടുത്താൽ ഇവർ തൃപ്തരാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. കുറച്ചു കഴിയുമ്പോൾ ഇവർ യൂണിഫോമിന് പകരം പർദ്ദ ധരിച്ചുകൊണ്ട് വരും. പിന്നെ ബാങ്കിൽ കോളേജിന്റെ മൈക്കിലൂടെ ബാങ്ക് വിളിപ്പെടും. ക്ലാസ് മുറികളിൽ ഇവർക്ക് കൂട്ടമായിട്ടിരിക്കാൻ പ്രത്യേക ബ്ലോക്ക് ആവശ്യപ്പെടും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ മറ കെട്ടിയാലും അത്ഭുതപ്പെടാനില്ല. അവസാനം കന്യാസ്ത്രീകൾക്കും ടീച്ചർമാർക്കും പഠിപ്പിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ പർദ്ദ ധരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പഠനത്തെക്കാൾ വലുത് ഇവർക്ക് മതമാണെങ്കിൽ 5 നേരം നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിലോട്ട് ഇവർ പോകട്ടെ. അതിന്റെ പേരിൽ, കുട്ടികൾ കുറഞ്ഞതിന്റെ പേരിൽ കോളേജ് അടച്ചിടേണ്ടി വരികയാണെങ്കിൽ അടച്ചിടുവാൻ തന്നെ തയ്യാറാവണം. ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തവരാണ് മിഷണറിമാർ മുതൽ ഇന്ന് വരെയുള്ള സമുദായ നേതൃത്വം. അതൊരു കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. ഇന്ന് നടത്തിക്കൊണ്ടുപോകാനുള്ള സാഹചര്യം കിട്ടുന്നില്ല എങ്കിൽ, അതിനുള്ള സൗകര്യം ഗവൺമെന്റ് ചെയ്തു തരുന്നില്ല എങ്കിൽ അടച്ചുപൂട്ടി വല്ല ലോഡ്ജോ ധ്യാനകേന്ദ്രമോ ആക്കി മാറ്റണം. ഇതിലും അന്തസ്സതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരുടെ ഈ ആവശ്യം ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കരുത്. മറിച്ച് ഇതൊന്നുമല്ല വിശ്വാസം, ഇവരുടെ നിസ്കാരം മാത്രമാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ, ആ പെൺകുട്ടികളുടെ പ്രശ്നമെങ്കിൽ എവിടെയാണ് ഇവർ ആദ്യം സമരം ചെയ്യേണ്ടത്? ഈ കോളേജിന് മുന്നിലെ മസ്ജിദിലല്ലേ ആ കോളേജിലെ ആൺകുട്ടികൾ നിസ്കരിക്കാനായി പോകുന്നത്? അവർക്കൊപ്പം പെൺകുട്ടികൾക്ക് ഈ നൂറ്റാണ്ടിലും ഈ 2024-ലും ആ മസ്ജിദിന്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് ആരുടെ കുറ്റമാണ്? ബഹിരാകാശത്ത് പോലും സ്ത്രീകൾ പോയിട്ട് വരുന്ന ഈ കാലത്ത് പോലും സ്ത്രീകൾക്ക് ആ പള്ളികളിൽ പ്രവേശനം കിട്ടുന്നില്ല എങ്കിൽ സമരം നടത്തേണ്ടത് പ്രിൻസിപ്പലിന്റെ ഓഫീസിന്റെ മുന്നിലല്ല, മറിച്ച് ആ മസ്ജിദിന്റെ മുന്നിലാണ്. നവോത്ഥാന മതൽ കെട്ടാനൊക്കെ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട ആളുകളല്ലേ. നട്ടലുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരിമാർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ആ മസ്ജിദിൽ ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ അത് ഉണ്ടാക്കി തരേണ്ടത് ക്രൈസ്തവ മാനേജ്മെന്റിന്റെ ചുമതലയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം.
അപ്പോൾ ഒരു കാരണവശാലും കേരളത്തിലെ ഒരു ഹൈന്ദവ ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും നിസ്കാരമുറി എന്ന് പറയുന്ന ഒരു ആവശ്യം അംഗീകരിച്ചു കൊടുക്കരുത്. അതുപോലെ മൂവാറ്റുപുഴ MLA ഉൾപ്പെടെയുള്ള ഭരണ പ്രതിപക്ഷ നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ പ്രകടനവും നടത്തിയിട്ടില്ല. മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലരും ഈ വിഷയം അവഗണിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കേരളീയ പൊതുസമൂഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് കോളേജ് മാനേജ്മെന്റിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരമുറി എന്ന് പറയുന്ന ഒരു ആവശ്യം ഒരിക്കലും കോളേജ് മാനേജ്മെന്റ് അംഗീകരിച്ചു കൊടുക്കരുത്. അതിനു വേണ്ടുന്ന പിന്തുണ രൂപതാ നേതൃത്വം ചെയ്യണം. ഇനി അതല്ല, എങ്ങനെയെങ്കിലും സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുകയാണ് തങ്ങളുടെ ലക്ഷ്യം, അതുകൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ തയ്യാറായി എന്നുള്ളതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ തിങ്കളാഴ്ച മുഴങ്ങാൻ പോകുന്ന കോളേജിന്റെ മണി എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മരണമണി ആയിരിക്കും.